ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എഗ് പൊറോട്ടയാണ്. നല്ല ടേസ്റ്റി പൊറോട്ടയാണ്. നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ച് കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 1.5 കപ്പ് മൈദയ്ക്ക് പാകത്തിന് ഉപ്പിട്ട് നല്ലപോലെ കുഴച്ച് ഉരുളകളാക്കിയെടുക്കുക. 1.5 കപ്പിൽ 6 ഉരുളകൾ കിട്ടും. അപ്പോൾ ഇച്ചിരി നെയ്മയൊക്കെ പരട്ടിയിട്ട് എണ്ണമയൊക്കെ പരട്ടിയിട്ട് ഉരുളകളാക്കി വെച്ച് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് നെയ്മയം, എന്തെങ്കിലും നെയ്യോ എണ്ണയോ എന്തായാലും കുഴപ്പമില്ല, പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും ലെയറായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ 4 സൈഡും ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്ത് ഒരു സ്ക്വയർ രൂപത്തിൽ നമ്മൾ അതിനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മൈദപ്പൊടി തന്നെ ഇട്ടിട്ട് 2 വശം മൈദപ്പൊടി തൂക്കി നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ചപ്പാത്തി പരത്തണ പോലെ പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ സ്ക്വയറായിട്ട് മടക്കിയ കാരണം സ്ക്വയറായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അതായിരിക്കും എളുപ്പം, നല്ലത് കാണാനും ചന്തം അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 6 എണ്ണവും നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സബോള കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം ഒന്ന് അരിഞ്ഞു വയ്ക്കുക. ചെറുതായിട്ട് അരിയണം. 2 മുട്ട, 2 or 3 അത് നിങ്ങളുടെ ഇഷ്ടം. മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി മതി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ടിത് ടീസ്പൂൺ വെച്ചൊന്നും പരത്തിയാൽ മിക്സ് ചെയ്താൽ ശരിയാവില്ല. നമ്മൾ കൈവച്ച് തന്നെ നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഓരോന്നോരോന്ന് നമ്മൾക്ക് ഒരു തവയിൽ നെയ്മയം പറ്റിയിട്ട് ചുട്ടെടുക്കണം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറുവശം മറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊറോട്ട നല്ല പൊള്ളച്ചൊക്കെ വരും കേട്ടോ. നല്ല പോലെ പൊള്ളച്ച് വരും. അപ്പോൾ 2 സൈഡോ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഇപ്പോൾ തട്ടിക്കൊടുത്താൽ നടുവശം ഇങ്ങനെ പൊങ്ങി വരുന്ന കാണാം. പിന്നെ ഇത് കഴിക്കാനായിട്ട് ഞാനൊരു ചട്നി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെളുത്ത ചട്നിയാണ്. തേങ്ങ, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് ഉപ്പ്, ഇത്രയും മതി. പുളിയൊന്നും ചേർക്കാൻ പാടില്ല. ഇതിൻ്റെ കൂടെ അതാണ് ടേസ്റ്റ്. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പൊറോട്ടയൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റിയാണ്. ചുട്ടെടുക്കുമ്പോൾ 2 വശത്തും കുറച്ച് നെയ്മയം പറ്റിയാൽ ഒന്നുകൂടി നന്നായിരിക്കും കേട്ടോ. സൈഡെല്ലാം ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പൊളച്ച് വരും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് കാണുന്നതാണ്. ഈ ഒരു പൊറോട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ് റിയലി. ഓക്കെ.